എല്ലാ കൂട്ടുകാർക്കും 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഡാനീസ് SCRT സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ എംപയർ ആയിരുന്നു? സോഷ്യൽ സയൻസ്, ഈസ്റ്റേൺ റോമൻ എംപയർ, ഹോളി റോമൻ എംപയർ ആൻഡ് അറബ് എംപയർ ആൻഡ് ഫൈനലി ദ ഓട്ടോമൻ എംപയർ. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ മംഗോൾ എംപയർ ആണ്. എന്താണ് മംഗോൾ എംപയർ എന്ന് നമുക്ക് നോക്കാം. മംഗോളിയ ഇസ് ദ റീജിയൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന ഇൻ സെൻട്രൽ ഏഷ്യ. മധ്യ ഏഷ്യയിലെ, അതായത് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള മധ്യ ഏഷ്യയുടെ പ്രദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത് മംഗോളിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇറ്റ് ഈസ് എ റീജിയൻ ക്യാരക്ടറൈസ്ഡ് ബൈ വാസ്റ്റ് മെഡോസ്, ഡെസേർട്സ് ആൻഡ് മൗണ്ടൻസ്. ഇനി ഇതിൻ്റെ ഭൂപ്രദേശം എന്ന് പറയുന്നത് വിശാലമായ വാസ്റ്റ് മെഡോസ് എന്ന് പറഞ്ഞാൽ അതിവിശാലമായ പുൽത്തകിടികളും, അതുപോലെ തന്നെ ഡെസേർട്സ് എന്ന് വെച്ചാൽ മരുഭൂമി, ആൻഡ് മൗണ്ടൻസ് എന്ന് വെച്ചാൽ മലനിരകൾ. ഇതൊക്കെ ഉൾപ്പെട്ട ഒരു അതിവിസ്തൃതമായ ഒരു ഭൂപ്രദേശമാണ് മംഗോളിയ. ദ ക്ലൈമറ്റ് ഓഫ് മംഗോളിയ ഈസ് എക്സ്ട്രീം. ഇനി മംഗോളിയയുടെ ക്ലൈമറ്റ് എങ്ങനെയുള്ളതാണ്? വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ കൂടുതൽ, ചെറിയ തോതിലല്ല, എല്ലാം കൂടിയ തോതിൽ വരുന്നതിനെയാണ് നമ്മൾ എക്സ്ട്രീം ആയിരിക്കുക എന്ന് പറയാം. സിവിയർലി ഹോട്ട് ഇൻ ദ സമ്മർ ആൻഡ് എക്സ്ട്രീംലി കോൾഡ് ഇൻ വിൻ്റർ. അതായത് സമ്മർ സീസൺ ആണെങ്കിൽ വളരെ ചൂടായിരിക്കും, കടുത്ത ചൂടായിരിക്കും. അതേസമയം വിൻ്റർ ആണെങ്കിലോ കടുത്ത തണുപ്പായിരിക്കും. അപ്പോൾ അതിചൂടും അതിശൈത്യവുമാണ് മംഗോളിയൻ്റെ ഒരു ക്ലൈമാറ്റിക് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ദ മംഗോൾസ് വേർ നോമാഡ്സ് ഹു ലീവ്ഡ് ഇൻ ടെൻറ്റ്സ്. ഇനി മംഗോളത്തെ ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു? അവർ നോമാഡ്സ് ആയിരുന്നു. അവരെങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളായിരുന്നു. ഈ ടെൻറ്റിലൊക്കെ താമസിക്കുക. അപ്പോൾ വീടോ അങ്ങനെയുള്ളതൊന്നുമല്ല, ഒരു പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ആയിരുന്നില്ല അവർക്ക്. സ്ഥിരവാസ കേന്ദ്രമൊന്നും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സുഖമായിട്ട് ഇങ്ങനെ ഫ്രീ ബേർഡ്സായിട്ട് നടക്കുന്നവരായിരുന്നു മംഗോൾസ്. There were different tribes among the Mongols who always roamed around on horses. ഇനി മംഗോൾസ് പല ഗോത്രക്കാരുണ്ടായിരുന്നു കേട്ടോ, വ്യത്യസ്തരായ ഗോത്രക്കാർ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയായിരുന്നു? അവരെപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അറൗണ്ട് ഓൺ ഹോഴ്സസ്, കുതിരപ്പുറത്ത്. അപ്പോൾ നല്ല രസമാണല്ലേ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പറന്ന് വളരെ ഫ്രീ ബേർഡ്സായിട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ വളരെ രസകരമായൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ അവർ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു പല വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗ്ഗങ്ങളായിരുന്നു മംഗോളിയയിൽ ഉണ്ടായിരുന്നത്. ജെങ്കിസ് ഖാൻ who unified them are founded the Mongolian Empire. ഇനി ആരാണ് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയത്? ജെങ്കിസ് ഖാനാണ് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജെങ്കിസ് ഖാൻ്റെ ഒക്കെ. അപ്പോൾ അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കാരണം നമ്മുടെ സമയം വേസ്റ്റായി പോവും. അപ്പോൾ സാധിക്കുമെങ്കിൽ ഞാനൊരു മറ്റൊരു വീഡിയോയിൽ ഈ അറബ്യൻ എംപയറിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ജെങ്കിസ് ഖാനാണ് ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് മംഗോളിയൻ എംപയർ സ്ഥാപിച്ചത്. ജെങ്കിസ് ഖാനാണ് മംഗോളിയൻ എംപയറിൻ്റെ സ്ഥാപകൻ. ഫൗണ്ടർ വാസ് ജെങ്കിസ് ഖാൻ. ദ സീറ്റ് ഓഫ് ജെങ്കിസ് ഖാൻ വാസ് അറ്റ് കാറക്കോറം. ഇനി എവിടെയായിരുന്നു നമ്മളുടെ ജെങ്കിസ് ഖാൻ താമസിച്ചിരുന്നത്? കാറക്കോറം മലനിരകൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. കാറക്കോറം മലനിരകളിലാണ് നമ്മളുടെ ജെങ്കിസ് ഖാനും കൂട്ടരൊക്കെ താമസിച്ചിരുന്നത്. ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഓണോൺ ഇൻ സൈബീരിയ. സൈബീരിയയിലെ നദീതടമായ ഓണോൺ നദീതീരത്തുള്ള കാറക്കോറം മലനിരകളിലായിരുന്നു നമ്മളുടെ ജെങ്കിസ് ഖാനും കൂട്ടരും താമസിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയായിരുന്നു അവരുടെ പ്രത്യേകതകളെന്ന് നോക്കാം നമുക്ക്. ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ മംഗോൾ ആർമി വാസ് ഇറ്റ്സ് സ്ട്രോങ് കവാൽറി. മംഗോളിയൻ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് വലിയ ഒരു കവാൽറി എന്ന് പറഞ്ഞാൽ കുതിരപ്പട, വളരെ വലിയ ഒരു കുതിരപ്പട തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചീഫായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് എന്ത്? സ്ട്രോങ് കവാൽറി ഓഫ് മംഗോളിയൻ ആർമി.
The main attraction of the army was the small cannons which could be used while sitting on horseback. കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ ആർമിയാണ് കേട്ടോ. ഒന്ന് ആർമി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ബിഗ് അല്ലെങ്കിൽ സ്ട്രോങ് കവാലറി അവർക്കുണ്ടായിരുന്നു. എന്ത് വലിയ ഒരു കുതിരപ്പട അവർക്കുണ്ടായിരുന്നു. ഇനി ഈ കുതിരപ്പടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദ ആർമി വാസ് ദ സ്മോൾ കാനൻസ്, കൊച്ചു പീരങ്കികൾ, ചെറിയ ചെറിയ പീരങ്കികൾ വിച്ച് കുഡ് ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്. കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ പ്രയോഗിക്കാവുന്ന ചെറിയ പീരങ്കികളായിരുന്നു നമ്മുടെ ചെങ്കിസ് ഖാൻ്റെ കൂട്ടരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മളെന്താ വലിയ പീരങ്കികളാണല്ലോ കണ്ടിട്ടുള്ളത്. അതിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നിന്നിട്ട് അതിൻ്റെ പിന്നിൽ പിറകിൽ തീ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയല്ലേ പീരങ്കിയുടെ പർപ്പസ്. പക്ഷേ ഇവരുടെ കയ്യിലുള്ള പീരങ്കി എങ്ങനെയുള്ളതായിരുന്നു? കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ അവർക്കത് പ്രയോഗിക്കാവുന്നതായിരുന്നു. ചെങ്കിസ് ഖാൻ ഓൾസോ മെയിൻറ്റെയിൻഡ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പിയോണേജ്. ചെങ്കിസ് ഖാന് ആർമി മാത്രമായിരുന്നില്ല, ഒരു സ്പൈ, അതായത് എന്താ പറയുക, നല്ലൊരു ചാരന്മാരുടെ ഒരു സംഘടനയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നല്ല ഓർഗനൈസ് ആയിട്ടുള്ള ചാരന്മാരും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എസ്പിയോണേജ് എന്ന് വെച്ചാൽ ചാരന്മാർ എന്നാണ് അർത്ഥം. അപ്പോൾ ചാരന്മാരുടെ ഒരു ഗ്രൂപ്പും ചെങ്കിസ് ഖാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. To connect the distant places of the empire with the administrative center, the Mongolians introduced the postal system using horses. ഇനി അവരുടെ ഏറ്റവും അടുത്തൊരു പ്രത്യേകത എന്താ പറയുന്നത്? ടു കണക്ട് ദ ഡിസ്റ്റൻറ്റ് പ്ലേസസ്, ദൂരത്തുള്ള സ്ഥലങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട്, വിത്ത് ദ എംപയർ, അവരുടെ സാമ്രാജ്യത്തോട് ബന്ധിപ്പിക്കാനായിട്ട് ദ മംഗോളിയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് പോസ്റ്റൽ സിസ്റ്റം, അവർ കൊണ്ടുവന്നതാണ് ഈ പോസ്റ്റൽ സിസ്റ്റം യൂസിങ് ഹോഴ്സസ്. കുതിരകൾ അവർക്ക് ഒരുപാടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കുതിരപ്പുറത്തിരുന്നു കൊണ്ടുള്ള ഒരു കുതിരയുടെ പ്രയോഗം കൊണ്ടുള്ള ഒരു പോസ്റ്റൽ സിസ്റ്റം നമ്മളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു? ഈ മംഗോളിയൻസ് ആയിരുന്നു. അപ്പോൾ കുതിരകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവർ പോസ്റ്റൽ സംവിധാനം അവർ നിലനിർത്തിയിരുന്നത്. ദിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വാസ് നോൺ ആസ് ദ കൊറിയർ. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊറിയർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ദ കൊറിയർ സിസ്റ്റം ഓഫ് ജെങ്കിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് ഇഫക്റ്റീവ്. കുതിരപ്പുറത്തെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെ സ്പീഡായിരിക്കും അല്ലേ. അപ്പോൾ വളരെ സ്പീഡി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ സന്ദേശങ്ങൾ കൈമാറുന്നതും അതുപോലെ തന്നെ ഇഫക്റ്റീവുമായിട്ടുള്ള ഫലപ്രദവുമായിട്ടുള്ള ഒരു കൊറിയർ സിസ്റ്റമായിരുന്നു, കൊറിയർ സംവിധാനമായിരുന്നു നമ്മുടെ ജെങ്കിസ് ഖാന് ഉണ്ടായിരുന്നത്. അപ്പോൾ ജെങ്കിസ് ഖാൻ, അതായത് മംഗോളിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തായിരുന്നു? ഒരു പോസ്റ്റൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇനി മംഗോൾ എംപയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വേർ വാസ് ഇറ്റ് ലൊക്കേറ്റഡ്? ഇറ്റ് വാസ് ദ റീജിയൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന ഇൻ സെൻട്രൽ ഏഷ്യ. ആൻഡ് വാട്ട് വാസ് ദ റീജിയണൽ ക്യാരക്ടറിസ്റ്റിക്സ്? വാസ് വിത്ത് വാസ്റ്റ് മെഡോസ്, ഡെസേർട്ട്സ് ആൻഡ് മൗണ്ടൻസ്. ഇനി ക്ലൈമറ്റ് എങ്ങനെയുള്ളതായിരുന്നു? ഇറ്റ് വാസ് വെരി എക്സ്ട്രീം ക്ലൈമറ്റ്, സിവിയർലി ഹോട്ട് ഇൻ സമ്മർ ആൻഡ് എക്സ്ട്രീംലി കോൾഡ് ഇൻ വിൻ്റർ. ആൻഡ് ഹൂ ഫൗണ്ടഡ് ദ മംഗോളിയൻ എംപയർ? ജെങ്കിസ് ഖാൻ. ആരാണ് മംഗോളിയൻ എംപയർ ഫൗണ്ട് ചെയ്തത്, സ്ഥാപിച്ചത്? ജെങ്കിസ് ഖാനാണ് സ്ഥാപിച്ചത്. വെർ വാസ് ഹി ലൊക്കേറ്റഡ്? Genghis Khan was at Karakoram on the banks of the river Onon in Siberia and has a strong cavalry. The main attraction was the small cannons which could be used while sitting on horseback. And he organized, Genghis Khan has a well organized espionage. Espionage എന്ന് വെച്ചാൽ ചാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. ആൻഡ് ദ ഇൻട്രൊഡ്യൂസ്ഡ് കൊറിയർ സിസ്റ്റം യൂസിങ് ഹോഴ്സസ്. കുതിരകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊറിയർ സിസ്റ്റം. കൊറിയർ എന്ന് തന്നെയായിരുന്നു ആ സിസ്റ്റം അറിയപ്പെട്ടിരുന്നത്. ഇറ്റ് വാസ് വെരി സ്പീഡി ആൻഡ് ഇഫക്റ്റീവ്. വളരെ വേഗതയേറിയതും ഫലപ്രദവുമായ ഒരു കൊറിയർ സിസ്റ്റം, പോസ്റ്റൽ സംവിധാനം ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? മംഗോളിയനായ ജെങ്കിസ് ഖാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് സപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് were the administrative reforms introduced by Genghis Khan that set an example to the modern world? Prepare a short note based on its characteristics. അപ്പോൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓർമ്മയുണ്ടല്ലോ, ഇനി റിപ്പീറ്റ് ചെയ്യണില്ല, നിങ്ങൾക്ക് ബോറടിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാലി എംപയറിനെ കുറിച്ചിട്ടാണ്.
The Mali Empire was one of the famous empire of medieval Africa. മധ്യ ആഫ്രിക്കയിലെ വളരെ പ്രസിദ്ധമായ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു എന്ത്? മാലി എംപയർ. ദ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വാസ് മാലി ഇൻ വെസ്റ്റ് ആഫ്രിക്ക. പശ്ചിമ ആഫ്രിക്കയിലെ വെസ്റ്റ് ആഫ്രിക്കയിലെ മാലി എന്ന് പറയുന്നതായിരുന്നു അവരുടെ സെൻറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കൻഗൻ മൂസ വാസ് ദ famous ruler of medieval Africa who was known in European records as Mansa Musa. കങ്കൻ മൂസ എന്ന് പറയുന്നതായിരുന്നു മെഡീവൽ ആഫ്രിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ റൂളർ, ഭരണാധികാരി. ഇദ്ദേഹം യൂറോപ്യൻ റെക്കോർഡ്സിൽ അറിയപ്പെട്ടിരുന്നത് മൻസ മൂസ എന്നാണ്. എന്താണ് പേര്? പ്രധാനപ്പെട്ട ഭരണാധികാരിയുടെ പേരാണ് കങ്കൻ മൂസ. യൂറോപ്യൻ റെക്കോർഡ്സിൽ ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മൻസ മൂസ എന്നായിരുന്നു. Mali had huge treasures of gold and hence it was a very wealthy region at that time. മാലി അക്കാലത്ത് ധാരാളം സ്വർണ ശേഖരമൊക്കെയുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ സമ്പന്നമായൊരു റീജിയൺ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സമ്പന്നമായ പ്രദേശമായിരുന്നു അന്ന് മാലി. ടിംബുക്കു in the empire of Mali was the most important cultural and commercial center of medieval Africa. ഇനി മെഡീവൽ ആഫ്രിക്കയിലെ ഏറ്റവും മാലി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സാംസ്കാരികമായും വ്യാവസായികമായും വളരെ പ്രസിദ്ധമായ ഒരു വാണിജ്യം, വ്യവസായമല്ല വാണിജ്യപരമായും ഒരു പ്രസിദ്ധമായ ഒരു സ്ഥലമായിരുന്നു ടിംബുക്കു എന്ന് പറയുന്നത്. ടിംബുക്ടു. Merchants from Venice, Granada and Genoa reached Timbuktu for marketing their merchandise such as gold and ivory. അപ്പോൾ വെനീസിൽ നിന്നും ഗ്രാനഡയിൽ നിന്നും ജെനീവയിൽ നിന്നൊക്കെ വ്യാപാരികൾ ഈ ടിംബുക്ടുവിലെ ഈ ഇതുകൾ വയ്ക്കാനായിട്ട്, മീൻസ് വിൽക്കാനായിട്ട് സ്വർണവും അതുപോലെ തന്നെ ഐവറി മീൻസ് കൊമ്പുകളൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വന്നിരുന്നു. ഇറ്റ് വാസ് ഓൾസോ എ സെൻറ്റർ ഓഫ് സ്ലേവ് ട്രേഡ്. ഇനി ഇത് മാത്രമല്ല, വ്യാപാരം എന്ന് പറയുമ്പോൾ അന്ന് എന്ത് നടന്നിരുന്നു? ആഫ്രിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അടിമകളെയാണ്, സ്ലേവുകളെയാണ് അല്ലേ? അപ്പോൾ നെൽസൺ മണ്ടേലയുടെ കാര്യം ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ എന്തുണ്ടായിരുന്നു എന്ന് പറയണ അടിമ കച്ചവടം, അവിടെ അടിമ കച്ചവടത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ഈ സ്ഥലം. ദ യൂണിവേഴ്സിറ്റി ഓഫ് ടിംബുക്കു വാസ് വൺ ഓഫ് ദ ലീഡിങ് സെൻറ്റേഴ്സ് ഓഫ് നോളജ് ഓഫ് ദാറ്റ് പീരീഡ്. ഇനി ടിംബുക്കുവിലെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു അറിവിൻ്റെ കേന്ദ്രം തന്നെയായിരുന്നു അവിടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ഈ യൂണിവേഴ്സിറ്റി ടിംബുക്കു എന്ന് പറയുന്നത്. ദ യൂണിവേഴ്സിറ്റി അട്രാക്റ്റഡ് സ്റ്റുഡൻസ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ആകർഷിച്ചു. ദ ഗ്രേറ്റ് മോസ്ക് constructed by Kangan Musa at Timbuktu was the leading center of Islamic studies during the medieval period. ഇനി മധ്യകാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ നമ്മളുടെ ശക്തനായ ഭരണാധികാരിയായ കൻഗൻ മൂസ ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം കൺസ്ട്രക്റ്റ് ചെയ്ത ഗ്രേറ്റ് മോസ്ക് എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ, മുസ്ലിം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു. അവരുടെ മതപരമായ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രം തന്നെയായിരുന്നു ഈ ടിംബുക്കുവിൽ കങ്കൻ മൂസ പണിത ഗ്രേറ്റ് മോസ്ക്. ഇത്രയുമാണ് മാലിയുടെ പ്രത്യേകതകൾ. എന്താ പറഞ്ഞ, വെസ്റ്റ് ആഫ്രിക്കയിലാണ് അല്ലേ മാലിയുള്ളത്. ഈ മാപ്പിൽ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി അവിടുത്തെ ഫേമസ് റൂളർ എന്ന് പറയുന്നത് കങ്കൻ മൂസയാണ്. ഇദ്ദേഹം മൻസ മൂസ എന്നും അറിയപ്പെട്ടിരുന്നു. ഇറ്റ് വാസ് എ വെരി വെൽത്തി റീജിയൻ ആൻഡ് ഹാസ് ഹ്യൂജ് ട്രഷേഴ്സ് ഓഫ് ഗോൾഡ്. ഇത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ റീജിയൻ ഏതായിരുന്നു? ടിംബുക്കു അല്ലേ? മെഡീവൽ ആഫ്രിക്കയിലെ ഏറ്റവും സുപ്രധാനമായ വ്യാപാര കേന്ദ്രമായിരുന്നു ടിംബുക്കു. അവിടെ ഗോൾഡ് ആൻഡ് ഐവറി മാത്രമായിരുന്നില്ല മെർക്കൻഡൈസ് ചെയ്തിരുന്നത്, മറിച്ച് സ്ലേവ് ട്രേഡും കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതും ഓർമ്മയിലുണ്ടായിരിക്കണം. സ്ലേവ് ട്രേഡ് വാസ് ദർ. ഇനി യൂണിവേഴ്സിറ്റി സെൻറ്റർ ഓഫ് നോളജ് ആയിരുന്നു ആ സമയത്ത്, ലീഡിങ് സെൻറ്റേഴ്സ് ഓഫ് നോളജ് ആയിരുന്നു ഈ ടിംബുക്കു യൂണിവേഴ്സിറ്റി. ആൻഡ് ഓൾ പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് വർ അട്രാക്റ്റഡ് ടു ദർ. എല്ലാ ഭാഗത്തു നിന്നുമുള്ള സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ഈ ടിംബുക്കു യൂണിവേഴ്സിറ്റിയിൽ വന്നിരുന്നു. മറ്റൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ ഗ്രേറ്റ് മോസ്ക് കൺസ്ട്രക്റ്റഡ് ബൈ കങ്കൻ മൂസ.
കങ്കൻ മൂസ പണിത ഗ്രേറ്റ് മോസ്ക് എന്ന് അറിയപ്പെടുന്നത്. അവിടെ ലീഡിംഗ് സെൻറ്റർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് ആയിരുന്നു. വളരെ മുൻനിരയിലുള്ള മുസ്ലിം പഠന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ കങ്കൻ മൂസ പണി കഴിപ്പിച്ച ഗ്രേറ്റ് മോസ്ക്. ഇത്രയുമാണ് മാലി എംപയറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പോൾ നല്ലതുപോലെ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് 2 എംപയർ പഠിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ച 2 എംപയേഴ്സാണ് മംഗോൾ എംപയർ ആൻഡ് മാലി എംപയർ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പാഠം മനസ്സിലാക്കി വായിക്കുക, 2-3 പ്രാവശ്യം വീഡിയോ ക്ലാസ് കേൾക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കത് നല്ലതുപോലെ മനസ്സിലാകും. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇനിയും കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാടായി നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ചെറിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരയ്ക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ ബൈ.